ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി ബുള്ളറ്റ് വേണോ? ഡോമിനാറിനെ മതിയെന്ന് എൻഫീൽഡ് ആരാധകർ. ഇന്ത്യൻ ടൂ വീലർ വിപണിയിൽ നിറസാന്നിധ്യമാണ് ബജാജ്. പൾസർ, ഡിസ്കവർ ശ്രേണിയിലൂടെ തന്നെ ഇന്ത്യൻ മനസ്സ് കീഴടക്കിയ ബജാജ് എന്നും പുത്തൻ ട്രെൻഡുകളെ മോഡലുകളിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധ ചെലുത്താറുണ്ട്. അത്തരത്തിൽ ബജാജ് നടത്തിയ ഏറ്റവും പുതിയ മുന്നേറ്റമാണ് ഡോമിനാർ 400. റോയൽ എൻഫീൽഡിനെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഡോമിനാർ 400നെ ബജാജ് അവതരിപ്പിച്ചത്. അത്രയ്ക്കും ആവേശം വേണോ എന്ന ചോദ്യം പോലും ബജാജിന് ഈ അവസരത്തിൽ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. എന്തായാലും പുത്തൻ പവർ ക്രൂയിസറായ ഡോമിനാർ 400ലൂടെ പുതുതലങ്ങൾ തേടുന്ന ബജാജിന് ശുഭസൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു റോയൽ എൻഫീൽഡ് ഹാർഡ് കോർ ഫാനാണെങ്കിൽ ഈ വാർത്ത ഒരൽപ്പം അസൂയ ജനിപ്പിച്ചേക്കാം. 2016 ഡിസംബറിൽ ബജാജ് അവതരിപ്പിച്ച ഡോമിനാർ 400 മോഡലിനെ സ്വന്തമാക്കാൻ മത്സരിക്കുന്നത് ഇപ്പോൾ മുൻ റോയൽ എൻഫീൽഡ് ഉപഭോക്താക്കളാണ്. ഇതിൽ പരം വലിയൊരു വിജയം ബജാജിന് ലഭിക്കാനില്ല. നിലവിൽ വിൽപ്പന നടത്തിയ 20% ബജാജ് ഡോമിനാർ 400 മോഡലുകളും നേടിയിരിക്കുന്നത് റോയൽ എൻഫീൽഡ് ഉപഭോക്താക്കളാണ്. കണക്കുകൾ പ്രകാരം യമഹ, ഹോണ്ട, ബജാജിന്റെ തന്നെ ഹിറ്റ് മോഡലായ പൾസർ മോട്ടോർ സൈക്കിൾ ഉപഭോക്താക്കളുടെ പക്കലാണ് ബാക്കിയുള്ള 80% ഡോമിനാർ 400 മോഡലുകൾ ഉള്ളത്. ഇപ്പോൾ പ്രതിമാസം 3000 യൂണിറ്റുകൾ മാത്രമാണ് ഡോമിനാറിന്റെ വിൽപ്പനയെങ്കിലും റോയൽ എൻഫീൽഡ് അടക്കി വാഴുന്ന 350 ശ്രേണിയിൽ പൊതുവിപ്ലവമാണ് ഡോമിനാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 55,000 യൂണിറ്റുകളാണ് പ്രതിമാസം ക്ലാസിക് ബുള്ളറ്റ് മോഡലുകളിലൂടെ റോയൽ എൻഫീൽഡ് ശ്രേണിയിൽ എത്തിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ഇന്ത്യയിൽ 110 നഗരങ്ങളിൽ ഡോമിനാർ 400 സാന്നിധ്യം അറിയിക്കും. ഈ മാസം അവസാനത്തോടെ ഇന്ത്യയിൽ 110 നഗരങ്ങളിൽ ഡോമിനാർ 400 നിറസാന്നിധ്യമായി എത്തും. ഈ മാസം തന്നെ 300 ഉയർത്തുമെന്ന് ബജാജ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2017-2018 കാലയളവിൽ 400 ഇന്ത്യൻ നഗരങ്ങളിൽ ഡോമിനാറിനെ അവതരിപ്പിക്കാനാണ് ബജാജിന്റെ ശ്രമം. എന്തുകൊണ്ട് ഡോമിനാർ 400? ഈ ചോദ്യം ചിലരെങ്കിലും കുഴപ്പത്തിലാകുന്നുണ്ടാവാം. വേഗത, പ്രകടനം, ടോപ്പ് ക്ലാസ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഡോമിനാറിന്റെ എടുത്തു പറയേണ്ടതാണ്. ഇതേസമയം 1.5 ലക്ഷം രൂപ വില വരുന്ന ഡോമിനാർ 400ന്റെ ABS വേർഷനെ സ്വന്തമാക്കാനാണ് ഉപഭോക്താക്കളിൽ മിക്കവരുടെയും താല്പര്യം. ഡോമിനാറിന്റെ LED ലാമ്പുകളാണ് അടുത്ത ആകർഷണ ഘടകം. അതിനാൽ തന്നെയാണ് ഡോമിനാർ 400ന്റെ ടെസ്റ്റ് ഡ്രൈവുകൾ ഏറെയും രാത്രികളിൽ നടക്കുന്നത്. 25 വയസ്സ് പ്രായപരിധിയിലുള്ളവരാണ് ഡോമിനാറിനെ സ്വന്തമാക്കാൻ മത്സരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. റോയൽ എൻഫീൽഡിനെ എതിരിടാനായി 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വില റേഞ്ചിലാണ് ഡോമിനാർ 400നെ ബജാജ് അണിനിരത്തിയത്. 350 cc ശ്രേണിയിൽ 80% വിപണി വാഴുന്ന റോയൽ എൻഫീൽഡും വിപ്ലവ തരംഗം സൃഷ്ടിച്ചെത്തിയ ബജാജ് ഡോമിനാറും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. റോയൽ എൻഫീൽഡിന്റെ ആധിപത്യം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഡോമിനാർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 20% വിപണിയിൽ നിറഞ്ഞു കഴിഞ്ഞു. KTM, യമഹ R15, ഹോണ്ട CBR 150R എന്നീ മോഡലുകൾ കൊട്ടിഘോഷിച്ചെത്തിയെങ്കിലും റോയൽ എൻഫീൽഡിന്റെ തൂവലിൽ പോലും സ്പർശിക്കാൻ അവയ്ക്കൊന്നുമായില്ല. ഇനിയിപ്പോൾ എല്ലാ കണക്കുകളും കൺവെക്കുന്നത് ഡോമിനാർ 400ലേക്കാണ്. എന്തായാലും കണക്കുകളുടെ പശ്ചാത്തലത്തിൽ പ്രതിമാസം 55,000 യൂണിറ്റുകൾ വിൽപ്പന നടത്തുന്ന റോയൽ എൻഫീൽഡ് തന്നെയാണ് നായികവേഷത്തിൽ മുന്നേറുന്നത്. എന്നാൽ വരും ദിനങ്ങളിൽ ട്രെൻഡ് മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 350 cc ശ്രേണിയിൽ ഡോമിനാർ 400 അതിശയിപ്പിക്കുന്ന കുതിപ്പ് തുടരുകയാണ്. റോയൽ എൻഫീൽഡിനെ മറികടക്കാൻ ബജാജിൻ ഡോമിനാറിന് സാധിക്കുമോ? നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കമന്റിലൂടെ. हाथी मत पालो. Dominar 400. Go hyper riding.